എങ്ങനെ അഫർമേഷൻസ് പറഞ്ഞ് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഡ്രീംസൊക്കെ എടുക്കാമെന്നുള്ളത് അറിയാതെ വെറുതെ വീഡിയോയിൽ ഓരോ വീഡിയോസ് കാണുമ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് ഒന്നും നടക്കാതാകുമ്പോൾ നിർത്തിയിട്ട് പോകുന്നവരാണോ നിങ്ങളൊക്കെ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. എങ്ങനെ അഫർമേഷൻസ് പറയാം, എങ്ങനെ ഡ്രീംസ് നമുക്ക് നേടിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ എങ്ങനെയാണ് എൻ്റെ ഡ്രീംസ് നേടിയെടുത്തതെന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് വേണ്ടുന്നത് വിശ്വാസമാണ്. ഇതിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കണം. നമ്മളിതിനെ ഡൗട്ട് അടിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മരുന്ന്, നമുക്കൊരു അസുഖത്തിന് നമ്മൾ മരുന്ന് കഴിക്കുന്നു, അതിനെ നമ്മൾ വിശ്വാസം ഇല്ലാണ്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് വർക്കാവത്തില്ല. നമ്മൾ പൂർണ്ണ വിശ്വാസം, ഒരു ഡോക്ടർ തരുന്ന മരുന്ന് നമ്മൾ കഴിക്കുന്നത് എങ്ങനെയാണ്, ആ ഡോക്ടറിനെയും ആ തരുന്ന മരുന്നിനെ നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി എനിക്കത് കഴിക്കുമ്പോൾ മാറും എന്നുള്ള വിശ്വാസത്തിലല്ലേ നമ്മളത് കഴിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതും. അഫർമേഷൻസ് പറയുമ്പോൾ എനിക്കത് നേടിയെടുക്കാൻ പറ്റും, എനിക്കത് നടന്നു കഴിഞ്ഞു എന്നുള്ളൊരു വിശ്വാസം നമ്മൾ കൊടുക്കണം. അഫർമേഷൻസ് പറയുമ്പോഴും അത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴും നമ്മൾ ഒരിക്കലും അതിനെ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ഡൗട്ട് അടിക്കാൻ പാടില്ല. ഈ സെൽഫ് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഇത് നമുക്ക് വർക്കാവത്തില്ല. എപ്പോഴും അഫർമേഷൻസ് പറഞ്ഞു കഴിയുമ്പോൾ അതിനെ ലെറ്റ് ഗോ ചെയ്ത് കഴിഞ്ഞിരിക്കണം. കാരണം നമ്മൾ മനസ്സിൽ നിന്ന് അത് കളഞ്ഞിരിക്കണം. അത് നമുക്ക് യൂണിവേഴ്സ് നമുക്കത് നേടി തന്നിരിക്കും. ആ ഒരു ഉറപ്പ് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് വർക്കാവത്തുള്ളൂ. അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ മടിയില്ലാതെ നമുക്ക് എങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ള ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ നോർമലി ദൈവത്തിനോട് സംസാരിച്ചാൽ മാത്രം മതി. എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ഉറക്കെ സംസാരിക്കാൻ വേണമെങ്കിൽ, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനോട് തന്നെ സംസാരിക്കുന്ന രീതിയിൽ പറയാം. പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചോ, പക്ഷെ അതിന് മുന്നിൽ നമ്മൾ എന്ത് ചേർത്താൽ മതി, ഒരു നന്ദി മാത്രം ചേർത്താൽ മതി. ഇങ്ങനെ നിങ്ങൾ അഫർമേഷൻസ് പറഞ്ഞു നോക്കുക. നിങ്ങളൊരു നാടകീയമായിട്ട് ഇങ്ങനെ എനിക്കിങ്ങനെ ചെയ്തു തന്നതിന് നന്ദി, എനിക്ക് ഇന്ന കാര്യങ്ങൾ കിട്ടിയതിന് നന്ദി, അങ്ങനെ നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾക്കൊരു വല്ലായ്മ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിലും, അങ്ങനെ അഫർമേഷൻസ് കുറേ വേർഡ്സ് എടുത്ത് വെച്ച് പറയുന്നതിൽ നിങ്ങൾക്കൊരു അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത്ര അങ്ങോട്ട് നിങ്ങൾക്കത് നിങ്ങളുടെ മനസ്സിലോട്ട് ഫീൽ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഫീൽ ആവുന്ന രീതിയിൽ നിങ്ങൾ സംസാരിച്ചിട്ട് അതിലൊരു നന്ദി മാത്രം ചേർത്താൽ മതി. അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്ക്. അങ്ങനെ നിങ്ങൾക്ക് ഡേ ടു ഡേ ലൈഫിൽ നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു ഇഷ്ടം വരും. അല്ലെങ്കിൽ അത് പറയുമ്പോൾ നമുക്ക് നോർമലി നമ്മൾ സംസാരിക്കുന്ന പോലെ എന്നുള്ളൊരു ഫീല് വരും. അപ്പോഴത്തേക്കും നമുക്കത് ചെയ്യുന്നതിനൊരു മടിയില്ലായ്മ വന്നോളും. ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ട ടിപ്സ് ഇതാണ്. രണ്ടാമത്തെ കാര്യം, എത്ര തവണ നിങ്ങളത് പറഞ്ഞൊക്കെ നിങ്ങൾക്ക് ആ ഒരു എനർജി വരും. എപ്പോഴും നമുക്ക് അഫർമേഷൻ പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിരിക്കണം. നമ്മൾ ഭയങ്കര നെഗറ്റീവായിട്ടിരിക്കുന്ന ടൈമിൽ ദൈവത്തിനോട് ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് വർക്കാവണമെന്നില്ല. നമുക്ക് എപ്പോഴും മനസ്സിനൊരു പോസിറ്റീവ് വൈബ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ശാന്തമായ ഒരു അന്തരീക്ഷം നമുക്ക് ഉണ്ടായിരിക്കണം. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊരു അടിപൊളി, നമുക്ക് ഡാൻസ് കളിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു പാട്ടിടുക. ആ പാട്ടിട്ടിട്ട് നിങ്ങൾ ഡാൻസ് കളിക്കുക. ഡാൻസ് കളിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അഫർമേഷൻസ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഡാൻസ് കളിച്ച് കഴിയുമ്പോൾ നിങ്ങൾ പോലും അറിയാം നിങ്ങളുടെ ബോഡി ഫുൾ എനർജിയിലായിരിക്കും നിൽക്കുന്നത്. നല്ല പോസിറ്റീവ് എനർജി ആയിരിക്കും. നിങ്ങളുടെ ശരീരത്തിലുള്ള നെഗറ്റീവ്സ് എല്ലാം പോയി കാണും. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും പോകും. നമ്മളൊരു ഡാൻസ് കളിക്കുകയെന്നുണ്ടെങ്കിൽ, ഡാൻസ് കളിക്കുമ്പോൾ നമുക്ക് ഫുൾ എനർജിയിൽ നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെങ്കിൽ ഏറ്റവും നല്ലൊരു വഴിയാണത് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതി വെച്ചേക്കുന്ന അഫർമേഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ചിരിക്കുക. ഫുൾ ടൈം നമ്മൾ നല്ല പോസിറ്റീവായിട്ട് ചിരിച്ചുകൊണ്ട് എന്ത് കാര്യത്തിലും നമ്മൾ ചിരിച്ചുകൊണ്ട് നേരിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. അത് നിങ്ങൾക്ക് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ്. പുഞ്ചിരിക്കുക എന്ന് പറയുന്നത്, നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ എപ്പോഴും പുഞ്ചിരിയോടുകൂടി സംസാരിക്കുക, എല്ലാ കാര്യങ്ങളും പുഞ്ചിരിയോടുകൂടി കേൾക്കുക. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മുഖത്തിന് നിങ്ങൾ തനിയെ ചിരി നിലനിർത്താൻ നിങ്ങൾ നോക്കണം. ഇത് നിങ്ങൾക്ക് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിന് നിങ്ങളുടെ ഉള്ളിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുതരുന്ന ഒരു കാര്യമാണ്. അടുത്ത് നിങ്ങളെ തന്നെ എപ്പോഴും നിങ്ങൾക്ക് കുറച്ച് വില കൊടുക്കുക. അതായത് നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് നമ്മൾ നന്നായിട്ട് കൊടുക്കുക. കാരണം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾ കണ്ടെത്തും. നമ്മൾ വിചാരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫ് മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് വേണ്ടി കുറച്ച് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യാമെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കും. എങ്കിൽ മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയത്തുള്ളൂ. ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്ക്. നിങ്ങൾ പോലും അറിയാം നിങ്ങൾക്ക് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനും പറ്റും. നിങ്ങളുടെ ഡ്രീംസ് എല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാനും പറ്റും. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
താങ്ക് യു.